എക്സ്ക്യൂസ് മീ, നിങ്ങൾ ചായ കുടിക്കുക, ഞാനിപ്പോ വരാം. ഓക്കെ? എടാ, നമുക്കൊന്നും കാക്കിയിട്ടവനെ നമ്പാൻ കൊള്ളത്തില്ല. ശിവരാമന് നിന്നെ വേണം ജീവനോടെ തൊലി ഉരിക്കാൻ. അല്ല, നിന്റെ തൊലിക്കെട്ടിയെ പറ്റി അവന് വല്ല വിവരമുണ്ടോ? കാണ്ടാമൃഗം നിന്റെ മുമ്പിൽ വെറും ചൈൽഡ്. ഡാഡി, എല്ലാം റെഡി, ആളെ കിട്ടി. കിട്ടിയോ? തമ്പി ചെല്ലേ, പെട്ടി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരണം. നിന്റെ തിരുമുഖം ഏതായാലും ശിവരാമൻ കാണരുത്. നീ അയാളെ കുറെ കുഴപ്പിച്ചല്ലേ? സാറിനോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്തോ ഇംഗ്ലീഷിൽ പുളുത്തണ്ട, മലയാളത്തിൽ പുളുത്തിയാ മതി. ഇത്തരം വാക്കുകൾ സാറിന് ഉപയോഗിക്കരുത്. ഞാനൊന്ന് ഉപയോഗിച്ചു, താൻ എന്തോ ചെയ്യും? ആ നിമിഷം ഞാൻ ഈ പണി വേണ്ടെന്ന് വയ്ക്കും. സാറിന് പലരും കിട്ടിയെന്നിരിക്കും, പക്ഷെ എന്നെ പോലെ തന്നെ കിട്ടിയെന്ന് വരില്ല. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സോ പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. അത് ശരി, കളിച്ച് കളിച്ച് നീ തീ കൊണ്ട് കളിച്ചു തുടങ്ങിയിരിക്കുന്നല്ലേ? തമ്പിക്ക് പൊള്ളില്ല സാർ. ആ വീടി ഞാൻ ഇവനെ തട്ടിയാലോ? തമ്പി പറഞ്ഞ ശരിയാ, അവൻ തീയാ, പക്ഷെ പൊള്ളുന്ന നമുക്കാ. മോൻ ചെല്ലെ, ചെല്ലെ. കർത്താവേ, ഇവനായിരിക്കോ എന്റെ അന്തിക്രിസ്തു? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇപ്പുറത്താരാണെന്നോ? നിന്റെ തന്ത. പിന്നെ ആളെ കിട്ടി, വന്നോ, പിടിച്ചോ. ചേട്ടാ, സമയം ഒരുപാടായി, നമുക്ക് പോകാം. പോവാം, അവനിങ്ങ് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പെട്ടി ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനിപ്പോ വരാം. എന്താടോ ഈ പെട്ടിക്കുള്ളിൽ? ഈ പെട്ടി എന്റെതല്ല സാർ. തുറക്ക. കഴിവരുടെ മോനെ കള്ളം പറയുന്നു. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ചേട്ടനൊരു കുഴപ്പമുണ്ടാവില്ല. വാ മോള്, വാ. ഈ പെട്ടി നിനക്ക് ബോംബെയിൽ നിന്ന് കിട്ടി. വർഷങ്ങളായി ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘത്തിന്റെ ഈ നഗരത്തിലെ ലിങ്ക് ഏജന്റാണ് നീ, ശരിയല്ലേ? പറയടാ.
പറയടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പറയടാ, നീ സത്യം പറയില്ല അല്ലേ?